ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ട്രപ്പീസിയംസ് അഥവാ ലംബകങ്ങളിലെ അവസാനത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 200-ലെ 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ചോദ്യത്തിൽ ഫിഗർ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ചിത്രത്തിൽ ഒരു സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിലൂടെ ഒരു വര വരച്ചിരിക്കുന്നു. ഈ വര സാമാന്തരികത്തെ ഒരേ പരപ്പളവുള്ള രണ്ട് ലംബകങ്ങളാക്കി ഭാഗിക്കുന്നു എന്ന് തെളിയിക്കണം. അതായത് ഈ പാരലോഗ്രത്തിൻ്റെ രണ്ട് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്, റെഡ് കളറിലെ ലൈൻ വരച്ചിരിക്കുകയാണ്. ആ ലൈൻ ഈ പാരലോഗ്രത്തിനെ രണ്ട് ഈക്വൽ ട്രപ്പീസിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഡയഗണൽസ് അഥവാ വികരണങ്ങളാണ് ഗ്രീൻ കളറിലത്, ആ വരയാണ് റെഡ് കളറിലുള്ളത്. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാരലോഗ്രത്തിന് പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഈ പോയിൻറ്റ്സ് പി, ക്യു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ചുവന്ന കളറിലെ വര രണ്ട് തുല്യ ലംബകങ്ങളാക്കി മാറ്റുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് അതിൻ്റെ പരപ്പളവുകൾ തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. നമുക്കിവിടെ അളവുകളൊന്നും തന്നിട്ടില്ല. നമുക്കറിയാം ഒരു ലംബകത്തിൻ്റെ പരപ്പളവ് കാണണം, അഥവാ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ രണ്ട് ബേസിൻ്റെയും സൈഡ് ലെങ്ത് വേണം, ഹൈറ്റ് വേണം. അതായത് പാരലലായിട്ട് സമാന്തരമായിട്ട് വരുന്ന രണ്ട് വശങ്ങളുടെ നീളങ്ങളും അവ തമ്മിലുള്ള അകലവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലംബകം അഥവാ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ പറ്റത്തുള്ളൂ, പരപ്പളവ് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ അളവൊന്നും തന്നിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയാൽ, ഈ ചുവന്ന കളറിലെ വരയുടെ ഇടതുവശത്ത് എത്ര ത്രികോണങ്ങളുണ്ട്? 1, 2, 3 ത്രികോണങ്ങളുണ്ട്. അതേപോലെ ഈ ചുവന്ന കളറിലെ വരയുടെ വലതുവശത്തും 1, 2, 3 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ. അപ്പോൾ അവയുടെ ഏരിയകൾ, അവയുടെ പരപ്പളവുകൾ തുല്യമാണെങ്കിൽ ഈ ഇടതുവശത്തെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും വലതുവശത്തെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും ഈക്വലാന്ന് പറയാമല്ലോ. ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാണെങ്കിൽ ഇടതുവശത്തെ ലംബകത്തിൻ്റെ പരപ്പളവ് തന്നെയായിരിക്കും വലതുവശത്തെ ലംബകത്തിൻ്റെ പരപ്പളവ്. അപ്പം നമ്മൾ ഏതൊക്കെ ത്രികോണങ്ങളാണ് നമ്മൾ എടുക്കുന്നതെന്ന് ആദ്യം നോക്കാം. അതായത് നമുക്കിത് കാണുമ്പോഴേ അറിയാം ഏകദേശം ഒരേപോലെ കിടക്കുന്നത് ഈ ത്രികോണവും ഈ ത്രികോണവുമാണ് അല്ലേ. പിന്നെ രണ്ടാമത് കിടക്കുന്നത് ഈ ത്രികോണം. ഞാൻ ചിഹ്നം മാറ്റിയിടുന്നത് ഏതൊക്കെയാണ് നമ്മൾ പെയറാക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തമ്മിലല്ലേ, ഇപ്പോൾ ഇത് സ്റ്റാർ കൊടുക്കാം. ഈ രണ്ട് ത്രികോണങ്ങൾ പരപ്പളവുകൾ തുല്യമാണെന്നാണ്, ഏരിയകൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് ഈ മീറ്റിംഗ് പോയിന്റിന് O എന്ന് പേര് കൊടുക്കാം. ഡയഗണൽസ് ഗ്രീൻ കളറിലെ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് O. ആ Oയിൽ കൂടെയാണ് ചുവന്ന വര വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടിക്ക് മാർക്ക് ഇട്ട് രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. അപ്പോൾ അവയുടെ പേരാദ്യം എഴുതാം. ത്രികോണം AOD കണ്ടല്ലോ, AOD ഈ ടിക്ക് മാർക്ക് ഇട്ടത്. അതേപോലെ ഇപ്പുറത്തും ടിക്ക് മാർക്ക് ഇട്ടത് ഏതാ? BOC, ട്രയാങ്കിൾ BOC. ഈ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് എടുത്തു നോക്കാം, അവയുടെ പരപ്പളവുകൾ തുല്യമാണോ എന്ന് നോക്കാം. ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്തിട്ട് അതിൻ്റെ ഏരിയകൾ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈക്വലായിട്ടുള്ള സൈഡുകളോ ആംഗിളുകളോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതൊരു പാരലോഗ്രമാണ്. ABCD ഒരു പാരലോഗ്രം ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സായ ADയും BCയും ഈക്വൽ ആയിരിക്കും. ABCD ഒരു സാമാന്തരികമായതുകൊണ്ട് അതിൻ്റെ എതിർവശങ്ങളായ ADയും BCയും തുല്യമായിരിക്കും. അപ്പോൾ AD ഈക്വൽ ടു BC എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? ABCD ഒരു സാമാന്തരികമാണ്, ഈസ് എ പാരലലോഗ്രാം. മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാവുന്ന എന്താണ്? വികരണങ്ങൾ അഥവാ ഡയഗണൽസ് നോക്കിക്കേ. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് ഒരു പാരലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ A മുതൽ O വരെയുള്ള നീളം തന്നെയാണ് C മുതൽ O വരെയുള്ള നീളം. അപ്പോൾ AO ഈക്വൽ ടു CO എന്ന് എഴുതാമല്ലോ. എന്താണ്? ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. ഇത് രണ്ട് ഡയഗണൽസും
കൂട്ടിമുട്ടും അല്ലേ, മധ്യബിന്ദുവിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതേപോലെ നമുക്ക് ഡി ഒയും ബി ഒയും എഴുതാമല്ലോ. ഡി ഒ ഈക്വൽ ടു ബി ഒ. അപ്പോൾ ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള റീസൺ ആണല്ലോ, വികർണങ്ങൾ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നു അല്ലെ, വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നു. എഴുതാവല്ലേ, രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിലെയും 3 വശങ്ങൾ രണ്ടാമത്തേൻ്റെ 3 വശങ്ങളോട് തുല്യമല്ലേ. അപ്പോൾ ഇതിൻ്റെ അതായത് എ ഡി ഈക്വൽ ടു ബി സി ആണ്. എ ഡി ഈക്വൽ ടു ബി സി ആകുമ്പോൾ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കുമല്ലോ, അതായത് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കുമല്ലോ. ഇനി എ ഒ ഈക്വൽ ടു സി ഒ ആണ്, എ ഒയും സി ഒയും. അപ്പോൾ അതിനെതിരെയുള്ളതാ ഈ മുകളിലത്തെ കോണും ഇത് ഈ സിയോടെ എതിരെയുള്ള ഈ മുകളിലത്തെ കോണും തുല്യമായിരിക്കുകയല്ലേ. അതേപോലെ ഡി ഒ ഈക്വൽ ടു ബി ഒ ആണ്. ഡി ഓടെ നേരെ എതിരെയുള്ള ഇവിടത്തെ താഴത്തെ കോണും ബി ഓടെ താഴെയുള്ളത് ഇവിടെ എതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൽ 3 സൈഡുകൾ മറ്റേ രണ്ടാമത്തെ ട്രയാങ്കിളിൽ 3 സൈഡിനോട് തുല്യമാവും. ഇവയ്ക്കെതിരെയുള്ള ആംഗിളുകൾ ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഈ ഈക്വലായിട്ടുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസിനോട് തുല്യമായിരിക്കും. അപ്പോൾ 2 ട്രയാങ്കിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ടിക്ക് മാർക്ക് ഇട്ടത് അതിൻ്റെ സൈഡുകൾ, ഒന്നാമത്തേൻ്റെ സൈഡുകൾ രണ്ടാമത്തെ വശങ്ങളോട് തുല്യമാണ്, ഒന്നാമത്തേൻ്റെ കോണുകൾ രണ്ടാമത്തേൻ്റെ കോണുകളോട് തുല്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ഡി ഒന്നാമത്തെ ട്രയാങ്കിളും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഒ സി രണ്ടാമത്തെ ട്രയാങ്കിളും തുല്യമാണ്. മനസ്സിലായോ? ത്രികോണം എ ഒ ഡിയുടെ പരപ്പളവ് സമം ത്രികോണം ബി ഒ സിയുടെ പരപ്പളവ്. മനസ്സിലായോ? അപ്പം അതേപോലെ നമുക്ക് ഈ രണ്ടാമത് ഞാൻ എടുത്ത ഈ ക്രോസ് മാർക്ക് ഇട്ട ട്രയാങ്കിൾസ് എടുക്കാം. അപ്പോൾ ക്രോസ് മാർക്ക് ഇട്ട ട്രയാങ്കിൾസിൻ്റെ പേരെന്താ? ഡി ഒ ക്യു. ട്രയാങ്കിൾ ഡി ഒ ക്യുയും ട്രയാങ്കിൾ ബി ഒ പിയും. മനസ്സിലായല്ലോ? അവിടെ എന്തൊക്കെയാണ് തുല്യം നോക്കാം. നമുക്ക് ഈ വശം എടുക്കാൻ പറ്റുകയില്ല, പി ബി എടുക്കാൻ പറ്റുകയില്ല, കാരണം അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് എടുക്കാവുന്നത് ഇതാ ഈ 2 ആംഗിളുകൾ തുല്യമാണ്, കാരണം എതിർക്കോണുകൾ എക്സ് ഷേപ്പിൽ വരുമ്പോൾ നേരെ എതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ഡി ഒ ക്യു ഈക്വൽ ടു ഇവിടെ ആംഗിൾ ബി ഒ പി എടുക്കാവല്ലോ. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഈ എ ബി സി ഡി ഒരു സാമാന്തരികമാണ്, ഒരു പാരലോഗ്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗണലല്ലേ ബി ഡി, അത് കട്ട് ചെയ്യുന്ന ആംഗിൾ ഈ മുകളിലത്തെ ആംഗിളും ഈ താഴത്തെ ആംഗിളും തുല്യമായിരിക്കുമല്ലോ, കാരണം ഇത് 2 സമാന്തരമാണ്, പാരലലാണ്. പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയും കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ അവയുടെ പേരൊന്ന് എഴുതിക്കുക. ആംഗിൾ ഒ ഡി ക്യു ഈക്വൽ ടു ഈ ട്രയാങ്കിളിലെ ആംഗിളുകളും സൈഡുകളുമായി ഇവിടെ എഴുതേണ്ടത്. ഈ ട്രയാങ്കിളിലെ ആംഗിളും സൈഡുമാണ് ഈ വലതുവശത്ത് എഴുതേണ്ടത്. അപ്പോൾ ആംഗിൾ ഒ ഡി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ബി പി ആണല്ലോ. കാരണം എന്താണ്? പാരലലാണ്, എ ബി പാരലൽ സി ഡി ആയതുകൊണ്ട്. ഇനി മൂന്നാമത് എന്തെഴുതാം? ഈ വികരണം, ഈ ഡയഗണൽ എടുത്ത് ബി ഡി എന്നുള്ള ഡയഗണലിലെ മധ്യബിന്ദു അല്ലേ ഒ. അപ്പോൾ ഒ ബിയും ഒ ഡിയും ഈക്വൽ അല്ലേ? അപ്പോൾ ഒ ഡി ഈക്വൽ ടു ഒ ബി. കാരണം എന്താണ്? ഒ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ബി ഡിയുടെ മധ്യബിന്ദുവാണ് ഒ. കിട്ടിയല്ലോ. അപ്പോൾ ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമായിരിക്കും, കാരണം 2 കോണുകൾ തുല്യമായപ്പം അതിൻ്റെ എതിരെയുള്ള വശങ്ങൾ തുല്യമായി. ഈ 2 കോണുകൾ തുല്യമായപ്പോൾ അതിൻ്റെ എതിരെയുള്ള വശങ്ങൾ തുല്യമായി. ഈ 2 വശങ്ങൾ തുല്യമായപ്പോൾ അതിനെതിരെയുള്ള കോണുകൾ തുല്യമായി. അതായത് ആകെ 6 പെയറും തുല്യമായി. 6 പെയറേ ഉള്ളൂ, 3 കോണുകളും 3 വശങ്ങളും. അപ്പോൾ 6ഉം തുല്യമായപ്പം ഇവയുടെ പരപ്പളവുകളും തുല്യമായില്ലേ. അപ്പം നമുക്കിവിടെ നിന്ന് എന്തെഴുതാം? ഏരിയ ഓഫ്
triangle DOQ equal to area of triangle BOP. ത്രികോണം DOQയുടെ പരപ്പളവ് സമം ത്രികോണം BOPയുടെ പരപ്പളവ്. കിട്ടിയില്ലേ? അപ്പം നമ്മൾ ആദ്യം ഏതാ ടിക്ക് മാർക്ക് ഇട്ട രണ്ട് ത്രികോണങ്ങളാണ് ഇത് അല്ലേ. ഇപ്പം കിട്ടിയത് ക്രോസ് മാർക്ക് ഇട്ട രണ്ട് ത്രികോണങ്ങളാണ്. ഇനി നമുക്ക് സ്റ്റാർ ഇട്ട രണ്ട് ത്രികോണങ്ങളുണ്ട്, അതും കൂടെ നോക്കാം. അപ്പോൾ സ്റ്റാർ ഇട്ട ഈ മുകളിലത്തെ ത്രികോണത്തിൻ്റെ പേര്, ട്രയാങ്കിളിൻ്റെ പേരെന്താ? ട്രയാങ്കിൾ AOP. ട്രയാങ്കിൾ AOP. മറ്റേതോ ഈ സ്റ്റാർ ഇട്ടത് ട്രയാങ്കിൾ COQ. കണ്ടല്ലോ. അതിനകത്ത് നമുക്ക് AOയും COയും തുല്യമാണല്ലോ. AO ഈക്വൽ ടു CO. കാരണം എന്താ? O ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. AC യുടെ മധ്യബിന്ദുവാണ് O. കാരണം വികർണമല്ലേ, ഡയഗണലാണ്. അപ്പോൾ AO ഈക്വൽ ടു CO. ഞാൻ ഇവിടെ റീസൺ എഴുതുന്നില്ല, ഇതേ റീസൺ തന്നെ എഴുതിയാൽ മതി. O ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് AC എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്തെഴുതാം? ABയും CDയും പാരലലാണ്, സമാന്തരമാണ്. അപ്പോൾ ഈ ആംഗിളുകൾ തുല്യമായിരിക്കും. ഈ ചുവന്ന കളറിൽ മാർക്ക് ചെയ്ത ആംഗിളുകൾ തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ PAO ഈക്വൽ ടു ആംഗിൾ QCO. കാരണം എന്താ? AB പാരലൽ CD ആണ്, സമാന്തരമാണ്. അപ്പോൾ കോണുകൾ മുകളിലത്തെ ഒരു വികരണത്തിൻ്റെ മുകളിൽ വശവും മറ്റേത് താഴെ വശവും വരണം. അങ്ങനെ കോണുകൾ തുല്യമാകും. പിന്നെ നമുക്ക് എടുക്കാവുന്ന കോൺ ഏതാണ്? എതിർകോണുകൾ, X ഷേപ്പിൽ കിടക്കുന്നത് ഈ രണ്ട് ചുവന്ന കോണുകൾ. അപ്പോൾ അവയുടെ പേരെന്താ? ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ COQ. എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എതിർകോണുകൾ തുല്യമായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOP ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ COQ. ത്രികോണ AOPയുടെ പരപ്പളവ് ഈക്വൽ ടു ത്രികോണം COQയുടെ പരപ്പളവ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് സ്റ്റാർ ഇട്ട മൂന്നാമത്തെ ത്രികോണങ്ങളല്ലേ. അപ്പോൾ ടിക്കിട്ടത് രണ്ടും തുല്യമായി, ക്രോസ് ഇട്ടത് രണ്ടും തുല്യമായി, സ്റ്റാർ ഇട്ടത് രണ്ടും തുല്യമായി. അതായത് ഈ ചുവന്ന വരയുടെ ഇടതുവശത്താണല്ലോ ഇത് ഓരോന്നും കിടക്കുന്നത്, വലതുവശത്തും ഓരോന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ, ടിക്കും സ്റ്റാറും ക്രോസും കൂടെ മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഇടതുവശത്തെ ട്രപ്പീസിയം, ഇടതുവശത്തെ ലംബകം കിട്ടും. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ വലതുവശത്തെ ലംബകം, വലതുവശത്തെ ട്രപ്പീസിയം കിട്ടും. അപ്പോൾ അവയുടെ പരപ്പളവുകളും തുല്യമായില്ലേ. അതായത് ഈ ഇടതുവശത്തെ ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ DOQയും ട്രയാങ്കിൾ AOPയും കൂടെ കൂട്ടുമ്പം വലതുവശത്തെ ട്രയാങ്കിൾ BOCയും ട്രയാങ്കിൾ BOPയും ട്രയാങ്കിൾ COQയും കൂടെ കൂട്ടുന്ന പരപ്പളവ് തന്നെ കിട്ടും. അപ്പം നമുക്ക് എന്തെഴുതാം? ലാസ്റ്റ് ആൻസറായിട്ട് ഏരിയ ഓഫ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ AOD പ്ലസ് ഇടതുവശത്തുള്ളതാണ് DOQ പ്ലസ് AOP. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഈക്വൽ ടു ഏരിയ ഓഫ് വലതുവശത്ത് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BOC പ്ലസ് ട്രയാങ്കിൾ BOP പ്ലസ് ട്രയാങ്കിൾ COQ. മൂന്നും കിട്ടിയല്ലോ. ഏരിയ ഓഫ് ബോത്ത് ട്രപ്പീസിയംസ് ആർ ഈക്വൽ. രണ്ട് ലംബങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ്. അപ്പം നന്നായിട്ട് എഴുതി പഠിക്കുക. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. വരച്ച് പഠിക്കാനുള്ളതുണ്ട്, എഴുതി പഠിക്കാനുള്ളതുമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.